അസ്സലാമലൈക്കും. സ്നേഹമുള്ളവരെ, പല തെറ്റിദ്ധാരണകളും നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, മടവൂർ കാഫില എന്നു പേരുള്ള ആ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു. ചില ആളുകൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കണ്ടു, മരണപ്പെട്ടവരെ ജീവിപ്പിച്ച മടവൂർക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന വാർത്തകൾ പലരും ഹെഡിങ് കൊടുത്ത്, അത് കൂടുതലും ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടവൂർ ഷെയ്ഖ് ഹയാത്തിലുള്ള സമയത്ത് അവരുടെ അരികിൽ വന്ന പലരോടും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾക്ക് അവരുടെ സംസാരം കൊണ്ട് പ്രതിവിധികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മടവൂർ ഷെയ്ഖിൻ്റെ മക്കാമാണുള്ളത്. എങ്കിലും അവരെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്നവരും അതുപോലെ തന്നെ അവരിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവരുണ്ട്. വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ അവരെ വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത്. ഏതോ നൂറ്റാണ്ട് കാലത്ത് ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെ പ്രസവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ആശുപത്രികളിലേക്കായി നല്ലൊരു ശതമാനം ആളുകളും. എങ്കിൽ ചില ആളുകൾ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതും കണ്ടു. ഇദ്ദേഹം AP വിഭാഗത്തിൽപ്പെട്ടതല്ല, ഇദ്ദേഹം AP വിഭാഗത്തിൽ നിന്ന് പുറത്തായ ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് പഴിചാരുന്നത്? AP വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും വീട്ടിൽ പ്രസവം നടക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. മരിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങളാകുന്നത്. മരിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു അത്ഭുതവുമായേനെ. ഹോസ്പിറ്റലിൽ കൊണ്ടായാലും മരിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും മരണങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് കാലം മാറി, എല്ലാത്തിനും സംവിധാനങ്ങൾ വന്നു. ആ സംവിധാനങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു വ്യക്തിയോടാണ് വിശ്വാസം നമ്മുടെ മനസ്സിലാണ്. അത് ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകലാനുമൊക്കെയാണ് അത് ഉപയോഗിക്കപ്പെടേണ്ടത്. രോഗം വന്നാൽ മരുന്നുണ്ട്, അതിന് ഡോക്ടറെ കാണണം. പിന്നെ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള, അത്രത്തോളം നമ്മൾ പരിശുദ്ധരാകണം. ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാരും 100% ക്ലിയർ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെന്ന് ദുആ ചെയ്യുമ്പോൾ അതിന് വേഗം ഉത്തരം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല മനസ്സുണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ പോലും മടവൂർ ഷെയ്ഖിനെ ഹയാത്തിൽ കണ്ട ഒരാളാണ്. മഹാനവറുകളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. എല്ലാ വർഷവും മടവൂർ ഷെയ്ഖിൻ്റെ ഉറൂസ് എൻ്റേതായ രീതിയിൽ ഞാൻ സ്മരണയോടുകൂടി കൊണ്ടാടാറുമുണ്ട്. എങ്കിലും എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ ഹോസ്പിറ്റലിലാണ് പോകുന്നത്, മരുന്ന് വാങ്ങി കഴിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മടവൂർ ഇത് മാറ്റിത്തരുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല.